ഹായ് ഹലോ എല്ലാവർക്കും ഡിവ് ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. അപ്പോൾ ഇന്ന് നമ്മുടെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലും പോയി, അതുപോലെ ചെറിയൊരു കറക്കം. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയ ശേഷം നമ്മൾ കടയിലൊന്ന് കയറിയായിരുന്നു. കടയിൽ കയറി ചേട്ടൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയതാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നന്ദൂസം അങ്ങനെ ഇരിക്കുകയാണ്. നന്ദൂസ് പിണങ്ങി ഇരുന്നതാണ് അച്ഛൻ്റെ കൂടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആ റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ കാറിലാണ് പോയത്. അപ്പോഴത്തേക്ക് നന്ദൂസ് എപ്പോഴും ഫ്രണ്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ബഹളം വയ്ക്കുന്നത്. ഇന്ന് നന്ദൂസ് കയറുന്നതിന് മുമ്പേ പറഞ്ഞു വേണ്ട, ഇന്ന് ഞാൻ ബാക്കിലിരുന്നോളാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം നമ്മൾ ശംഖുമുഖം എത്താറായി. ശംഖുമുഖം ആ റോഡ് കയറി. അപ്പോൾ ശംഖുമുഖത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. പിന്നെ ആ സൈഡിൽ കുറച്ചിങ്ങനെ ലൗലല്ലി, മുളക് അങ്ങനെയൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് കരിക്കും കുടിച്ച് അതൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ വീഡിയോസ് മിസ്സായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ശംഖുമുഖത്തെത്തിയപ്പം പക്ഷെ നമ്മളിവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് പാനിപ്പൂരി അങ്ങനെയൊക്കെ കുറച്ച് കഴിച്ച ശേഷം നമ്മളിവിടെ നിന്ന് നേരെ വേളിയിലേക്കാണ് പോയത്. ഇനി നമ്മൾ വേളിയിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ പാസ്സൊക്കെ എടുത്ത് കയറിയ ശേഷം അവിടെ പാർക്കുണ്ടല്ലോ, പാർക്കിൽ ഇരുന്നു. നന്ദൂസ് അവിടെ കളിച്ചുകൊണ്ടിരുന്നു. നന്ദൂസ് ഇതിൽ കയറുന്നത് നന്ദൂസിന് മടുക്കേയില്ല. നമ്മൾ വരുന്നത് വരെയും, അതായത് നമ്മൾ വൈകിട്ടായി ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ നിന്ന്, അപ്പോൾ അതുവരെയും എന്ത് ചെയ്തു, ഇതിനിടയിൽ ഫുഡ് കഴിക്കാൻ പോയി, അത് തന്നെയാണ്. അല്ലാതെ വരുന്നത് വരെ നന്ദൂസ് ഇതിൽ കയറുക തന്നെയാണ്. വെള്ളം വന്ന് കുടിക്കും, വീണ്ടും ഇതിൽ കളിക്കാൻ തുടങ്ങും. പിന്നെ കുറേ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. അതായത് എല്ലാവരും ടൂറിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു പല സ്കൂളിൽ നിന്നും. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കുട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ കയറുന്ന സമയത്ത് എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ പോയി, അങ്ങനെ തിരക്ക് കുറവുള്ള ടൈമായിരുന്നു. ഇത് വൈകിട്ടാണ് ഇവിടെ ഈ വശത്തേക്ക് വന്നത്. രാവിലെ ഫുള്ളും അപ്പുറത്തായിരുന്നു കളിയെല്ലാം. പിന്നെ കുറേ നേരം അച്ഛനും മോക്കും ഇതായിരുന്നു പണി, ലേസ് കൊണ്ട് കാക്കയ്ക്ക് കൊടുക്കില്ല. ആദ്യമൊക്കെ കാക്ക കഴിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ കയ്യിൽ നിന്ന് വന്ന് കൊത്തിയെടുത്തുകൊണ്ടിരുന്നു. വീഡിയോ എടുക്കാൻ തുടങ്ങി അങ്ങോട്ട് ഇത് കാണിച്ചപ്പോൾ തൊട്ട് പിന്നെ അത് വരുന്നില്ലായിരുന്നു. പിന്നെ നന്ദൂസ് മാക്സിമം അവളുടെ കയ്യിലുള്ള പകുതിയും കാക്കകൾക്ക് ഇതുപോലെ കൊണ്ടുവച്ച് കൊടുക്കുകയും ബഹളവും തന്നെയായിരുന്നു. നമ്മൾ കുറേ നേരം കായലിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. പോയപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് നന്ദൂസിന് കാല് വേദനിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ഇരുന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടോ. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോസ് എടുത്തു. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫോണിൽ ഉള്ളതിനേക്കാൾ നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ കടലിലിറങ്ങുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ നിന്ന് ഡിലീറ്റായി പോയി. അതെന്തോ വീഡിയോ ഓണായില്ലെന്ന് തോന്നുന്നു ആ വീഡിയോസൊക്കെ. അപ്പോൾ അങ്ങനെ അതൊന്നും കിട്ടിയില്ല. പിന്നെ കുറേ നേരം നമ്മൾ ഇവിടേക്ക് ഇരുന്നിട്ട് നേരെ ശംഖുമുഖത്താണ് പോയത്. പിന്നെ നമ്മൾ നേരെ ശംഖുമുഖത്ത് വന്നപ്പോഴത്തേക്കാണ് ഇവിടെ പാവക്കളി നടക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായത് ആ പാവയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് അതിൻ്റെ കൈയും കാലുമൊക്കെ അവരുടെ കൈ നിയന്ത്രണത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതേ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കണ്ടിരുന്നു. ഇത് ശ്യാം ലാൽ എന്ന് പറയുന്ന ക്രിയേറ്ററാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ പാവകളാണ് ഇത്. അതുപോലെ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കുക, മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഇതുപോലെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഇതുപോലെ തന്നെ ഇയാൾക്ക് ഇൻസ്റ്റാ പേജും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഉണ്ട്. അതിലൊക്കെ ആർട്ട് ക്രാഫ്റ്റ് ഇങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്.
നന്ദൂസിന് ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു പരിപാടിയാണ് ഇതുപോലെ കടലിൻ്റെ തീരത്ത് ഇങ്ങനെ ഇരുന്ന് മണ്ണ് കളിക്കുക. അപ്പോൾ പൊടി മണ്ണല്ലേ, അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് 2 ഡപ്പകൾ എടുത്തിട്ട് വന്നിട്ടാണ് ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത്. അങ്ങനെ കുറേ നേരം കളിച്ച ശേഷം നമ്മൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി ഫുഡും കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അഭി വന്നില്ലായിരുന്നു നമ്മളെ കൂട്ടത്ത്. അപ്പോഴത്തേക്ക് അവനെ ഇങ്ങനെ പൊട്ടിക്കുമല്ലോ, അതിനെന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ, പൊട്ടാസ് പോലെ സൗണ്ട് കേൾക്കും അങ്ങനെ എറിയുമ്പോഴത്തേക്ക്. അപ്പോൾ അത് അവനെ എറിയാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ 3 പേരും കൂടെ മത്സരിച്ച് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. പോയാ ചേട്ടാ എവിടെയാടാ? അങ്ങ് മണ്ടേ പോയി.